ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത് പാർട്ടി വിത്ത് എ ഡിഫറൻസ്, വ്യത്യസ്തതകളുള്ള ഒരു പാർട്ടി. അതായത് ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിൽ നിന്നും ഊർജം കൊണ്ടുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖമായി വരികയും അണ്ണാ ഹസാരെയുമായുള്ള ആ ഒരു ബാന്ധവം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുകയും ചെയ്ത കേജ്രിവാളിന്റെ കൂർമ്മ ബുദ്ധി, അത് വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത്, സംശയമില്ല. പക്ഷെ ആ വ്യത്യസ്തത ആദ്യഘട്ടത്തിൽ കണ്ട ഒരു വിശ്വാസ്യത, ജനങ്ങൾക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി, ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ്, ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് വേണ്ട ഡൽഹിയുടെ സാധാരണ ജനങ്ങൾക്ക്, പേര് സൂചിപ്പിക്കുന്നത് പോലെ സാധാരണ ജനങ്ങൾക്ക് വലിയ കൈത്താങ്ങാകുന്ന ഒരു പിടി ഭരണപരമായ തീരുമാനങ്ങൾ ആം ആദ്മി പാർട്ടിയെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഡൽഹി നിയമസഭയിലേക്ക് വീണ്ടും ആം ആദ്മിയെയും അതിന്റെ നേതാവ് കേജ്രിവാളിനെയും എത്തിക്കുന്നതിൽ എത്തി നിന്നു എന്നതാണ് വാസ്തവം. പക്ഷേ ആം ആദ്മി പാർട്ടി ഇന്ന് ഒരു വലിയ വൈതരണിയിലാണ്. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ബലം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ്. രണ്ടാമത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ സൗഹൃദ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, സ്ത്രീ സൗഹൃദമായ നിലപാടാണ്. ഈ രണ്ട് നിലപാടുകൾക്കും ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ മങ്ങലേറ്റിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഒന്ന്, ആം ആദ്മി പാർട്ടി ഡൽഹി മദ്യ അഴിമതിയുടെ പേരിൽ പഴികേട്ടു. നേതാക്കൾ പലരും, കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ അകത്തായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ അന്വേഷണം ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയെ പിടിച്ചു കുലുക്കി. സുപ്രീം കോടതി താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം ആം ആദ്മി പാർട്ടി നേതാവ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഓർക്കണം. പിന്നെ ഉണ്ടായിരുന്ന വലിയ ബലമെന്ന് പറയുന്നത് സ്ത്രീ സൗഹൃദ നിലപാടുകളാണ്. അപ്പൊ ഡൽഹിയിലെ സ്ത്രീകളുടെ സുരക്ഷ, മാത്രമല്ല നിർഭയ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണല്ലോ ആം ആദ്മി പാർട്ടി വലിയ തോതിൽ രംഗത്ത് വരുന്നത്. ആ ഒരു പ്രതിച്ഛായയ്ക്കും ഇടിവ് തട്ടിയത് ഈ പറയുന്ന ഒരു സ്വാതി മലിവാൾ എന്ന ഒരു വലിയ ടൈറ്റാനിക്കിൽ തട്ടിയാണ്. സ്വാതി മലിവാൾ നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ ഏക വനിതാ MP ആണ്. ഡൽഹി നിയമസഭാ അംഗങ്ങൾ ചേർന്ന് തിരഞ്ഞെടുത്ത നേതാവാണ്. ആദ്യം മുതൽ തന്നെ കേജ്രിവാൾ ആം ആദ്മി പാർട്ടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേജ്രിവാളുമായി സിവിൽ സൊസൈറ്റി മൂവ്മെന്റിൽ സഹകരിച്ചിരുന്ന, സന്നദ്ധ സംഘടനകളിൽ സഹകരിച്ച് പ്രവർത്തിച്ച 20 വർഷത്തിലധികമായി ബന്ധമുള്ള ഒരു വനിതയാണല്ലോ സ്വാതി മലിവാൾ. സ്വാതി മലിവാൾ കേജ്രിവാളുമായി ചെറിയ അകൽച്ചയിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണമായി സ്വാതി മലിവാൾ പറയുന്നത് അവരുടെ സഹോദരിയുടെ ചികിത്സയുമായി വിദേശത്തായിരുന്നു 3 മാസം. കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിലായതും അതുമായിട്ട് സംബന്ധിച്ചുണ്ടായ പ്രക്ഷോഭങ്ങളിൽ ഒന്നും നേരിട്ട് പങ്കെടുക്കാൻ സ്വാതി മലിവാളിന് കഴിഞ്ഞില്ല. അതിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന നീരസം മാറ്റാനായി കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തുകയാണ്. ആ സമയം കേജ്രിവാൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ കോർപ്പറേറ്റേഴ്സുമായി, സാമാജികരുമായി അല്ലെങ്കിൽ കൗൺസിൽ അംഗങ്ങളുമായി അദ്ദേഹം സംസാരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി PA വൈഭവ് കുമാർ ആണ് സ്വീകരിക്കേണ്ടത്. കേജ്രിവാളിനെ കാണാൻ വരുന്ന ആളുകളെ സ്വീകരിച്ചിരുത്തേണ്ടതും വേണ്ട രീതിയിൽ അവസരമൊരുക്കേണ്ടതും PAയുടെ ചുമതലയാണല്ലോ. പക്ഷെ വിഭവ് കുമാർ ഈ ലേഡിയെ കയ്യേറ്റം ചെയ്തതായിട്ടാണ് ആരോപണം. അതിനുശേഷം മുടന്തി നീങ്ങുന്ന സ്വാതി മലിവാൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ട ഫുട്ടേജുകളിൽ, ടെലിവിഷൻ ഫുട്ടേജുകളിൽ കാണുന്നത് സുരക്ഷാ സൈനികർ എസ്കോർട്ട് പോയി വെളിയിലേക്ക് കൊണ്ടുപോവുകയും വളരെ ദ്രുതഗതിയിൽ നടന്നു പോവുകയും ചെയ്യുന്ന സ്വാതി മലിവാളിനെയാണ്. അപ്പൊ എന്താണ് ആ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ സ്വീകരണ മേശയുടെ സമീപം സംഭവിച്ചത് എന്നതൊരു ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല ഇവിടെ ചോദ്യചിഹ്നം. അതെന്ത് തന്നെ ആയിരുന്നാലും ആദ്യം ആം ആദ്മി പാർട്ടി നേതൃത്വം എടുത്ത നിലപാട് ഒരുപക്ഷെ ഇരയായി കരുതപ്പെടുന്ന സ്വാതി മലിവാളിനോടൊപ്പമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സ്വാതി മലിവാളിനെ തള്ളിപ്പറയുകയും വിഭവ് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഒരുപാട് പുരികങ്ങളാണ് ചൊളിച്ചത്. എന്തായിരിക്കാം അതിനുള്ളിൽ സംഭവിച്ചത്? ഇപ്പോൾ അതിന് പുതിയൊരു നിറം നിറം ലഭിക്കുകയോ ചെയ്യുകയാണ്. BJPയുടെ ഏജന്റായി, ട്രോജൻ ഹോഴ്സായി
ആം ആദ്മി പാർട്ടിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുകയായിരുന്നു സ്വാതി മലിവാൾ. അങ്ങനെ ഇഡിയുടെ ചില അന്വേഷണങ്ങളിൽ നിന്നുൾപ്പെടെ സ്വാതി മലിവാളിനെ മറ്റു പലരെയും BJP രക്ഷിച്ചതുപോലെ സ്വാതി മലിവാളിനെയും രക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ കേജ്രിവാളിനെതിരെ തിരിക്കാൻ പറ്റിയ ഒന്നാന്തരം അസ്ത്രമായി, ഒന്നാന്തരം ഒരു ഉപകരണമായി സ്വാതി മലിവാൾ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിൽ കേജ്രിവാളും സംഘവും ആരോപിക്കുന്നത്. മാത്രമല്ല ഇതിനെ ഒരു പുതിയ വിവാദമായി, ഒരുപക്ഷെ ഒരു പ്രക്ഷോഭമായി BJP ഞങ്ങളെ ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്, ഞങ്ങളുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കാൻ നോക്കുകയാണ്, ഈ കട അടപ്പിക്കാൻ നോക്കുകയാണ്, ജനാധിപത്യ സംസ്ഥലങ്ങളാണെന്ന് ഉച്ചസ്ഥലത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിഷേധ യോഗങ്ങൾ നടത്തി BJPയുടെ പാർട്ടി ഓഫീസിലേക്ക്, ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിലേക്ക് വരെ മാർച്ച് നടത്താൻ ഈ പാർട്ടി, ആം ആദ്മി പാർട്ടി തുനിഞ്ഞു എന്ന് പറയുമ്പോൾ സ്റ്റേക്സ് ആർ വെരി ഹൈ. ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് ഡൽഹിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. 25-ാം തീയതി, മെയ് മാസം 25-ാം തീയതി 6ാം ഘട്ടത്തിൽ ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ പോളിംഗിലേക്ക് നീങ്ങുന്നു. അതിൽ 4 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി, 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്, സഖ്യമായി മത്സരിക്കുന്നത്. അതുപോലെ പഞ്ചാബിൽ 13 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു. അവിടെ പ്രധാന പ്രതിയോഗി കോൺഗ്രസ് ആണ്. ഒരുമിച്ച് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണെങ്കിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ പരസ്പരം എതിർത്ത് മത്സരിക്കുന്നു. അതുപോലെ 10 മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ ഒരു മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു, കുരുക്ഷേത്ര മണ്ഡലത്തിൽ. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ചു വരാമെന്ന് ആം ആദ്മി പാർട്ടി മോഹിക്കുന്നു. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന 2 കറകൾ, ഒന്ന് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ പ്രതിച്ഛായ ഭാഗികമായെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 സ്ത്രീ സുരക്ഷ ഒരുക്കുന്ന പാർട്ടി എന്ന നിലയിൽ നിന്നും മാറി സ്ത്രീകളെ ബുദ്ധിമുട്ടിലാക്കുന്ന, സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ മാറിയെങ്കിൽ ചിന്തിക്കുന്ന, മാധ്യമങ്ങൾ വായിക്കുന്ന, മാധ്യമങ്ങൾ കാണുന്ന ഡൽഹിയിലെ ഉൾപ്പെടെയുള്ള മിഡിൽ ക്ലാസ് എങ്ങനെ ചിന്തിക്കും? എക്കാലത്തും ആപ്പിന്റെ വലിയ പിൻബലം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് അർബൻ മിഡിൽ ക്ലാസ്, സാധാരണക്കാർ, ഇവരെല്ലാമായിരുന്നു. ഇവരൊക്കെ ഒപ്പീനിയൻ മേക്കേഴ്സ് ആണ്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ കൂടെ ഇളക്കത്തക്ക രീതിയിലാണ് 2 ഭാഗത്തു നിന്നും പ്രചരണം വരുന്നത്. കേജ്രിവാളിനെ അഴിമതിക്കാരനും സ്ത്രീ വിരോധിയുമായി ചിത്രീകരിക്കാൻ BJPയും, അങ്ങനെയല്ല ഇത് BJPയുടെ രാഷ്ട്രീയ അടവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം ഒരുക്കിക്കൊണ്ട് കേജ്രിവാളും നീങ്ങുന്ന കാഴ്ചയാണ്. ഒരു കാര്യം മാത്രം സമ്മതിക്കാം, കേജ്രിവാളിന്റെ അറസ്റ്റും അതിനുശേഷം നാടകീയമായി ലഭിച്ച താൽക്കാലിക ജാമ്യവും എല്ലാം തന്നെ ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയമായി അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു എന്നത് വാസ്തവമാണ്. ഈ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട അസോൾട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഈ വിവാദം ആം ആദ്മി പാർട്ടിയെ ബാധിക്കുമോ, ദോഷകരമായി ബാധിക്കുമോ, തിരിച്ചു കുത്തുമോ, അതോ BJP എടുത്ത ഇപ്പോഴത്തെ നിലപാട് സ്വാതിയുമായി ബന്ധപ്പെട്ട രീതിയിൽ BJP വലിയ പ്രചരണമാണ് നടത്തുന്നത്, അത് BJPക്ക് ഗുണമാകുമോ ദോഷമാകുമോ എന്നെല്ലാം ജൂൺ 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ.